15 പ്രാവശ്യം അടിക്കുക, പിന്നെ എണീറ്റ് നിന്ന് ചാടാൻ പറയുക, വീണ്ടും അത് തുടരുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം 45 അടിയോളം അടിച്ചിട്ടുണ്ട് കാലിൻ്റെ അടിയിലേക്ക്. അത് കൂടാണ്ട് എല്ലാവരും ഒരു കൂട്ടമായിട്ടുള്ളൊരു അടി എന്ന് പറയാം. കുനിച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് നേരെ പുറത്തേക്ക് അടിക്കുമ്പോൾ ഓപ്പോസിറ്റ് മുട്ടുകൊണ്ട് നെഞ്ചത്തിലേക്ക് പ്രഷർ ചെയ്യണ അങ്ങനത്തെ ഒരു മർദ്ദനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങൾ നടുക്കത്തോടുകൂടിയാണ് കേരളം ഇന്ന് കാണുന്നത്. ആ മർദ്ദനത്തിന് ശേഷം 4 പേർ താങ്കളെ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷം അവിടെ നടന്നത് എന്താണ്? മർദ്ദിക്കുന്നതിന് ശേഷം അവിടെ ഇവര് മുകളിലേക്ക് കൊണ്ടുപോകണുണ്ടായത്. അത് CCTV ഇല്ലാത്തൊരു പോർഷൻ ഉണ്ട് സ്റ്റേഷൻ്റെ മേലെയായിട്ട്. അവിടെ പോയിട്ടാണ് എന്നെ ഇതിലും ക്രൂരമായിട്ട് മർദ്ദിക്കുക ഉണ്ടായിട്ടുള്ളത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ഒരു സന്ദീപ് സാർ കൈ പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലാത്തി കൊണ്ട് കാലിൻ്റെ അടിയിലേക്ക് തുടർച്ചയായിട്ട് അടിക്കുകയും കാര്യങ്ങളൊക്കെ. ഒരു 15 പ്രാവശ്യം അടിക്കുക, പിന്നെ എണീറ്റ് നിന്ന് ചാടാൻ പറയുക, വീണ്ടും അത് തുടരുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം 45 അടിയോളം അടിച്ചിട്ടുണ്ട് കാലിൻ്റെ അടിയിലേക്ക്. അത് കൂടാണ്ട് എല്ലാവരും ഒരു കൂട്ടമായിട്ടുള്ളൊരു അടി എന്ന് പറയാം. കുനിച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് നേരെ പുറത്തേക്ക് അടിക്കുമ്പോൾ ഓപ്പോസിറ്റ് മുട്ടുകൊണ്ട് നെഞ്ചത്തിലേക്ക് പ്രഷർ ചെയ്യണ അങ്ങനത്തെ ഒരു മർദ്ദനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട 4 പേര് തന്നെയാണോ? അവർ തന്നെയാണോ അടിച്ചത്? 4 പേരും. പിന്നെ ഡ്രൈവറായിരുന്നൊരു ഷുഹൈർ ആളും കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ SI നുമാൻ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മർദ്ദിക്കാനും ഉണ്ടായിരുന്നു. നുഹ്മാൻ, സന്ദീപ്, ശശിധരൻ, സജീവൻ, ഷുഹൈർ, 5 പേര്. അതിനുശേഷം ഒരു 15 മിനിറ്റോളം നീണ്ടു എന്നാണ് വിശദീകരിച്ചത്. കാൽ വെണ്ണയിൽ ലാത്തി വെച്ച് അടിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അവശനായിട്ടുണ്ടാവും സുജിത്ത്. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അന്ന് തന്നെ മോചിപ്പിച്ചിരുന്നോ? അവശനാവെന്ന് വെച്ചാൽ ആദ്യത്തെ അതായത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ അടി അടിക്കണത് ചെവിക്കുക. ചെവി അടിയിലാണ് ചെവിയുടെ ഡ്രമ്മ് പൊട്ടുന്നത്. അടിയിൽ തന്നെ ശരിക്കും ബോധം പോയി എന്ന് പറഞ്ഞ പോലെ നല്ല പ്രഷറായിരുന്നു അടിയിൽ. ശരിക്കും ഞാൻ ഇരുന്നു, ഒരു സൗന്ദര്യം തെറ്റിയ പോലെ ഇരുന്നു. പക്ഷെ അപ്പോഴും അവര് പിന്നെയും നമുക്കൊരു പറയാനൊരു അവസരം നമ്മൾ കേൾക്കാനോ ഒരു തയ്യാറായിരുന്നില്ല. നമ്മൾ അടിക്കുക, അടിച്ചൊതുക്കുക എന്നുള്ളൊരു തയ്യാറായിരുന്നു. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ നേരത്തെ കണ്ടിട്ടുള്ളതാണോ? പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പരിചയമുള്ള പോലീസുകാരാണോ ഇവർ? പരിചയം എന്ന് പറയില്ല, പക്ഷെ ഒരാളെന്നെ അറിയായിരുന്നു. സന്ദീപ് എന്നുള്ളൊരു സാറിന് അറിയായിരുന്നു. ചെറിയൊരു പരിചയം ഉണ്ട്, പക്ഷെ അത്ര വലിയ കാര്യമില്ല, എന്നാലും അറിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ താങ്കൾ മദ്യപിച്ച് പോലീസുകാരെ അവരുടെ കൃത്യനിർവഹണം ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയെന്ന വകുപ്പിട്ടിട്ടാണല്ലോ താങ്കൾക്കെതിരെ കേസെടുത്തത്. മജിസ്ട്രേറ്റിന് മുൻപാകെ ചെന്നു. അപ്പോൾ വൈദ്യപരിശോധന നിർദ്ദേശിച്ചപ്പോൾ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തു. ഈ തുടർന്നുള്ള നടപടിക്രമങ്ങൾ, നിയമ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? താങ്കൾ പോലീസിനകത്ത് തന്നെ പരാതിപ്പെട്ടോ? അപ്പോഴുള്ള സമീപനം എന്തായിരുന്നു? നമ്മൾ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനായിട്ട്. പിന്നെ അതായത് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തത് മറ്റേ കോടതിയിൽ നിന്ന് നിർദ്ദേശപ്രകാരം അങ്ങനെ കേസെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ വിവരാവകാശ കമ്മീഷനിൽ നമ്മൾ CCTV കിട്ടാൻ വേണ്ടിയിട്ട് പലതവണ ട്രൈ ചെയ്തു. അപ്പോൾ വിവരാവകാശത്തിൻ്റെയൊക്കെ മറുപടി അന്നത്തെ CA ആയിരുന്ന ഷാജഹാൻ സാർ ആളാണ് തുടരെ അത് തരാൻ സാധ്യമാവില്ല. ആ സമയത്ത് വേറൊരു കേസ് ഉണ്ടായത് കാരണം അത് തരാൻ സാധ്യമല്ല എന്ന് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആളുടെ മറുപടി അതായിരുന്നു. പക്ഷേ വിവരാവകാശ കമ്മീഷൻ അത് കൊടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള അവർ സുജിത്ത് പറയുന്ന കാര്യങ്ങൾ കൊടുക്കണമെന്ന് ഓർഡറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പലതവണ നമുക്ക് കിട്ടാത്ത രീതിയിൽ സാഹചര്യം ഉണ്ടായി. ഇപ്പോഴാണ് അത് ആയത്. ഇപ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലായത്. ഈ പോലീസ് വിശദീകരിക്കുന്ന ഒരു കാര്യം, ACP തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷിച്ചിരുന്നു, ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതനുസരിച്ചിട്ട് ട്രാൻസ്ഫർ എടുക്കുകയാണ് ചെയ്തത് അന്ന് എന്നുള്ളതാണ്. ഉടനെ തന്നെ, അതായത് ഈ സംഭവം നടന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റപ്പെട്ടിരുന്നോ? അടുത്ത 2 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് 1-2 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് സ്ഥലം മാറ്റം ഉണ്ടായിട്ടുള്ള തോന്നുന്നുണ്ട്.
ആ കാര്യത്തിൽ സ്ഥലം മാറ്റായിരുന്നില്ല, സസ്പെൻഡ് ചെയ്യുക അവരുടെ പരമാവധി. അല്ല, ഉന്നത ഉദ്യോഗസ്ഥരോട് ആരോടെങ്കിലും പരാതിപ്പെടുകയോ ഈ പരാതി ഫോളോ അപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയും സമീപനവും എന്തായിരുന്നു? മറുപടി ഒന്നും വ്യക്തമായിട്ടില്ല ഇപ്പോഴും. അത് ഇപ്പം അടുത്താണ് എന്നിട്ട് സ്ഥലം മറ്റെന്താ പറയുക ഇൻക്രിമെൻ്റ് കട്ടാക്കി അങ്ങനെ മറ്റോ അറിയാൻ സാധിച്ചത്. ഇന്നാണ് അറിയാൻ സാധിച്ചത്. അത് നമ്മളെ അങ്ങനെ ബോധിപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആയിട്ടുള്ളതൊന്നും.